അപമതിക്കപ്പെടുന്ന, അവഗണിക്കപ്പെടുന്ന, ചോദിക്കാൻ ആളുകളില്ലാത്ത, പ്രതികരിക്കാൻ ആളുകളില്ലാത്തവരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയമായ ഒരു സംവിധാനത്തിലാണ് ഇപ്പോൾ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അധസ്ഥിതരാണെങ്കിലും ശരി, തൊഴിലാളികളാണെങ്കിലും ശരി, പീഡിതമർദ്ദിത ജനവിഭാഗങ്ങളാണെങ്കിലും ശരി, സ്ത്രീകളും കുട്ടികളുമാണെങ്കിലും ശരി, അവരുടെയൊക്കെ അവകാശങ്ങൾ ചവിട്ടി മെതിക്കപ്പെടുന്ന, അല്ലെങ്കിൽ അർഹമായത് അവർക്ക് കൊടുക്കാത്ത ഒരു ഭരണ സംവിധാനം, രാഷ്ട്രീയ സംവിധാനം. ഇവിടെയാണ് ഒരു മുസ്ലിമിന്റെ പൊളിറ്റിക്സ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ പരിഗണന കൊടുക്കേണ്ടത് സ്ത്രീകൾക്കാണ്, കുട്ടികൾക്കാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രത്തോളം നിസ്കരിക്കുന്ന സമയത്ത് പോലും ഒരു കുട്ടി കരയുകയാണെങ്കിൽ ആ കുട്ടിയുടെ ഉമ്മയുടെ മനസ്സ് വേദനിക്കുമോ എന്ന് ഭയപ്പെട്ടിട്ട് നമസ്കാരം ചുരുക്കിയ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടതാണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഒരു കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുമ്പം ഉമ്മയോട് ചോദിക്കുന്നു, എന്തിനാണ് കുഞ്ഞ് കരയുന്നത്? കുഞ്ഞിന്റെ മുലകുടി മാറ്റാൻ വേണ്ടിയാണ്. എന്തേ 2 വയസ്സ് പ്രായമാകുന്നതിന് മുമ്പ് കുട്ടിയുടെ മുലകുടി മാറ്റുന്നത്? അത് മറ്റൊന്നുമല്ല, മുലകുടി മാറ്റിയ കുട്ടികൾക്ക് ഞങ്ങളുടെ ഭരണാധികാരി ഉമറിന്റെ ഭരണത്തിൽ റേഷൻ അനുവദിക്കുകയുള്ളൂ. ചോദിക്കുന്നത് ഭരണാധികാരിയായ ഫാറൂഖ് ഉമറാണ് എന്ന് ഈ സഹോദരിക്ക് അറിയുകയില്ല. ആ സമയത്താണ് ചരിത്രം പറയുന്നത്, അന്നത്തെ സുബഹിന്റെ നമസ്കാരം ഗദ്ഗദ കണ്ഠനായി പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് വറക്കുന്ന സ്വരത്തിൽ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു നമസ്കാരം പൂർത്തീകരിച്ചു. രാത്രിയിലായി സംഭവം ഉണ്ടായത്, വിശദീകരിക്കുന്നില്ല. സംഭവം ഒരു യാത്രാ സംഘത്തിന്റെ ടെന്റുമായി ബന്ധപ്പെട്ടിട്ടാണ്. പിറ്റേന്ന് സുബഹി നമസ്കാരം വളരെ വേദനയോടുകൂടി നിസ്കരിച്ച് ഉടനെ മിമ്പറിൽ കയറിക്കൊണ്ട് പറയാണ്, ഉമർ നശിച്ചു, ഈ ഉമർ നശിച്ചു, ഈ ഉമർ നശിച്ചു. എത്രയെത്ര കുഞ്ഞുങ്ങളുടെ കണ്ണുനീരാണ് എൻ്റെ രാഷ്ട്രീയ സാമ്പത്തിക നിലപാട് കാരണം ഈ കുഞ്ഞുങ്ങൾ എത്ര വേദന, എത്ര കുട്ടികൾ വേദനിച്ചിട്ടുണ്ടാവും, എത്ര കുട്ടികൾ കരഞ്ഞിട്ടുണ്ടാകും. അതുകൊണ്ട് ഇനി പ്രസവിച്ചു വീഴുന്ന മുഴുവൻ കുഞ്ഞുങ്ങൾക്കും ഇതാ ഞാൻ റേഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് സഹോദരിമാരെ, സ്ത്രീകളെ, നിങ്ങൾ കുട്ടികളുടെ മുലകുടി മാറ്റേണ്ടതില്ല. റേഷൻ കിട്ടൂല എന്ന് ഭയന്നിട്ട് നിങ്ങൾ മുലകുടി മാറ്റേണ്ടതില്ല. ഏത് കുഞ്ഞിനും അത് തരുന്നതാണ്. ഇങ്ങനെ ഒരു നയപ്രഖ്യാപനം നടത്തുന്ന ഒരു ഭരണാധികാരിയുടെ വേദന എന്തുകൊണ്ടത്? പടച്ചവനെ, യൂഫ്രട്ടീസിന്റെ ആ നദീതട തീരത്തെങ്ങാനും ആ സ്ഥലം നിരപ്പാക്കാത്തതിന്റെ പേരിൽ ഒരൊട്ടകമെങ്ങാനും അവിടെ കാലിടറി വീണാൽ എന്തുകൊണ്ട് ഉമറേ നീ ആ സ്ഥലം നന്നാക്കിയില്ല? അത് നീ ജനങ്ങൾക്ക് ഗതാഗത യോഗ്യമാക്കിയില്ല എന്ന് എന്റെ റബ്ബനോട് ചോദിക്കുമെന്ന് ആശങ്കപ്പെട്ട് ദിശയുടെ നിശബ്ദതയിൽ പൊട്ടിക്കരഞ്ഞ ഭരണാധികാരി, ഇസ്ലാമിക അധ്യാപനങ്ങളിൽ ജീവിച്ച ഫാറൂഖ് ഉമർ റളിയല്ലാഹു അൻഹു ഏറ്റവും നല്ലൊരു പൊളിറ്റീഷ്യനാണ്, ഏറ്റവും നല്ല ഒരു ഭരണാധികാരിയാണ്, മാതൃകാ ഭരണാധികാരിയാണ്. അതുകൊണ്ട് സ്ത്രീകളുടെയും കുട്ടികളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഇസ്ലാമിക രാഷ്ട്രീയം നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഇന്നിപ്പോ എല്ലാ സ്ഥാനാർത്ഥികളും ജയിച്ചു പോകുന്നതിൽ മഹാഭൂരിപക്ഷം വോട്ടും സ്ത്രീകളുടേതാണ്. നമ്മുടെ കേരളത്തിൽ ഇപ്പൊ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടർമാരുടെ 2,83,12,472 അതിൽ പുരുഷ വോട്ട് 1,33,52,951. സ്ത്രീകളുടെ വോട്ട് 1,49,59,245 എന്ന് പറഞ്ഞാൽ 16,06,294 വോട്ടുകൾ സ്ത്രീകളാണ് കൂടുതൽ. അപ്പോൾ മഹാഭൂരിപക്ഷം ഇവിടുത്തെ വോട്ടർമാരാരാണ്? സ്ത്രീകളാണ്. പക്ഷേ സ്ത്രീകളോട് കാണിക്കുന്ന അവഗണനയും ക്രൂരതയും നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും സുരക്ഷിതമില്ലാത്ത ഒരു വിഭാഗമായി സ്ത്രീകൾ അധപ്പതിക്കുകയും രാഷ്ട്രീയക്കാരന്റെ ചട്ടുകവും അവന് ഭരണം കിട്ടാനും ഭരണം മറിച്ചിടുവാനുമുള്ള ആയുധവുമായി അവഗണിക്കപ്പെടുന്ന ഒരു സമൂഹമായിട്ട് മാറുന്നു. പുരുഷ മേധാവിത്വത്തിന്റെ രാഷ്ട്രീയം സ്ത്രീത്വത്തെ അവഗണിക്കുന്നതിന്റെ അപകടം ഇന്നത്തെ പൊളിറ്റിക്സിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എല്ലാ രംഗത്തും ഇസ്ലാമികമായ നിയമങ്ങൾ പാലിക്കേണ്ടത് ഒരു സത്യവിശ്വാസിയുടെ ഭാഗമാണ്. അങ്ങനെയാകുമ്പോഴാണ് ഇസ്ലാം സമഗ്രമാവുക, ഇസ്ലാം സമ്പൂർണമാകുക. അത് വെറും പെരുമ നടിക്കാനുള്ള ഒരു വാക്കല്ല, സമ്പൂർണവും സമഗ്രവുമായ ജീവിത പദ്ധതിയാണ് ഇസ്ലാം എന്നുള്ളത്. എല്ലാ രംഗത്തും സത്യസന്ധതയും നീതിനിഷ്ഠവും സൽസ്വഭാവവും ധാർമ്മികതയും ഉയർത്തിപ്പിടിക്കുന്ന സ്വഭാവവും പെരുമാറ്റവുമായിരിക്കണം
പൊളിറ്റിക്സ് ആയിരിക്കണം നമ്മുടേത്.